എറണാകുളം ടു ട്രിവാൻഡ്രം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ലോക്കൽ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രം വരെ പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ്സിലാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ഓൾറെഡി പ്ലാറ്റ്ഫോം നമ്പർ 4 വന്ന് കിടപ്പുണ്ട്. ഇതൊരു ജനറൽ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയതുമാണ്, എന്നാൽ അല്ലാതാനും. കാരണം ഇതിൻ്റെ മോസ്റ്റ് ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. കുറച്ച് മാത്രം, വളരെ കുറച്ച്, ഒരു എ സിയും ഒരു സെക്കൻഡ് സീറ്റിങ്ങും മാത്രമാണ് വഞ്ചിനാട്ടിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ബാക്കിയെല്ലാം ജനറലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് എറണാകുളത്തു നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറി. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ട്രെയിനിന് 2 തരത്തിലുള്ള സീറ്റ്സ് ആണ് വരുന്നത്. ഇതുപോലത്തെ സീറ്റും അതേപോലെ ചെയർ കാറുമാണ് വരുന്നത്. അത് ജനറലിലാണ് വരുന്നത്. റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് ചെയർ കാർ മാത്രമേ വരുള്ളൂ. ഒരു എ സിയും ഒരു നോർമൽ സെക്കൻഡ് സീറ്റിങ്ങുമാണ് ഈ വണ്ടിക്ക് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് വരുന്നത്. രാവിലെ 5:10 എറണാകുളം വരുന്നത് നമ്മുടെ വഞ്ചിനാട് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രൽ എത്തും. 4 മണിക്കൂർ 50 മിനിറ്റാണ് ട്രാവലിംഗ് ടൈം വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 220 കിലോമീറ്റർ ആണ് കവർ ചെയ്യുന്നത്. ഇതൊരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന പെടുത്താൻ പറ്റുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലായിടത്തും ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട്. ഡെയിലി സർവീസ് നടത്തുന്ന വഞ്ചിനാട് എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് തിരിച്ചു വരുന്നത് വൈകിട്ട് 5:40 ഏകദേശം 10:30 ആകുമ്പോഴത്തേക്കും എറണാകുളം സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത്. അതേപോലെ ഇപ്പം മണ്ഡലകാലങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ എറണാകുളത്ത് ചെങ്ങന്നൂർക്ക് ശബരിമലയ്ക്ക് പോകാനായിട്ട് വരുന്ന സമീപമാണ് പറ്റിയ ബെസ്റ്റ് ട്രെയിനും കൂടെയാണ് ഈ വഞ്ചിനാട് എക്സ്പ്രസ്. എറണാകുളത്തു നിന്നും ചെങ്ങന്നൂർക്ക് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ KSRTC സർവീസസും ഉണ്ടാവുന്നതാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട്. കറക്റ്റ് 5:10 ആയപ്പോൾ തന്നെ നമ്മുടെ വഞ്ചിനാട് എറണാകുളം സ്റ്റേഷനിൽ നിന്ന് എടുത്തേക്കാണ്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് തൃപ്പൂണിത്തറയാണ്. നമ്മുടെ ഈ വഞ്ചിനാട് എക്സ്പ്രസ് ഉണ്ടല്ലോ, ഏകദേശം 40 വർഷത്തോളമായി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1985 ഫസ്റ്റ് ടൈം നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് റൺ ചെയ്തത്. സദൻ റെയിൽവേയുടെ ട്രിവാൻഡ്രം ഡിവിഷനാണ് നമ്മുടെ ഈ വഞ്ചിനാട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വഞ്ചിനാടിന്റെ സ്റ്റാർട്ടിംഗ് പീരീഡിൽ ആകെ 2 സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കോട്ടയം, പിന്നെ കൊല്ലത്തുമായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്ന വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ട്രെയിനുകളിൽ ഒന്നായിരുന്നു വഞ്ചിനാട് എക്സ്പ്രസ്. അങ്ങനെ ഇപ്പോൾ സമയം 6:05 നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 3 മിനിറ്റ് ഹോൾട്ടാണ് വരുന്നത്. അന്നത്തെ കാലത്ത് ട്രെയിനിന്റെ ടൈമിങ്ങിനും വ്യത്യാസം ഉണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് എറണാകുളത്തു നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് രാവിലെ 9:40 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തുമായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ കൂടിയത് കൊണ്ടാണ് ഇതിന് സ്റ്റോപ്സ് കൂടിയതും. ഇപ്പോൾ ഏകദേശം 17 സ്റ്റോപ്സ് ആണ് വഞ്ചിനാട് എക്സ്പ്രസിന് വരുന്നത്. ആയപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി. കറക്റ്റ് 3 മിനിറ്റിന് ശേഷം വണ്ടി കൊല്ലം ജംഗ്ഷനിൽ എത്തിയേക്കാണ്. ഇനി നമുക്ക് ട്രിവാൻഡ്രം എത്താനായിട്ട് 6 സ്റ്റേഷനും കൂടെയാണ് വരുന്നത്. പറവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അപ്പുറത്തൊരു മെഡിക്കൽ കിടപ്പുണ്ട്.
നമ്മളങ്ങനെ വർക്കല ശിവഗിരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനുകളിലും ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതെന്തോ നമ്മളങ്ങനെ ശിവഗിരിയിൽ നിന്ന് പോവാണ്. നമ്മളെ ശിവഗിരിയിൽ നിന്ന് ട്രെയിൻ എടുത്തേക്കാണ് വർക്കല ശിവഗിരിയിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷൻ കൊള്ളല്ലോ. ചെറിയൊരു പ്ലാറ്റ്ഫോം, കടക്കാവൂർ. അപ്പുറത്ത് തിരുവനന്തപുരം ഷാലിമാർ കിടപ്പുണ്ട്. കടക്കാവൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ 1 മിനിറ്റിനുള്ളിൽ എടുത്തേക്കാണ്. ബട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മറ്റേ ഭയങ്കര ചെറുതായിരുന്നു. ആ ഭാഗത്ത് ഭയങ്കര ചെറുതായിരുന്നു. അങ്ങനെ നമ്മൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ എത്തിയേക്കാണ്. ചിറയൻകീഴ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് കഴക്കൂട്ടമാണ്. അതിനുശേഷം വായില്ല പാവന്നേ വരുള്ളൂ. അതിനുശേഷം ട്രിവാൻഡ്രം സെൻട്രൽ. നമ്മളങ്ങനെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. കഴക്കൂട്ടത്താണ് നമ്മളിപ്പോൾ. ഇവിടെ ആ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിയുണ്ട്. ചെറിയ മറ്റേ പ്ലാറ്റ്ഫോം, ചെറിയ പ്ലാറ്റ്ഫോം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ആ പ്ലാറ്റ്ഫോം കാണാനായിട്ട്. കുഞ്ഞി പ്ലാറ്റ്ഫോം. ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് റിസ്ക് ആണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ടേ ഇവിടെയാ വന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയേക്കാണ്. ട്രിവാൻഡ്രം സെൻട്രൽ എത്തിയേക്കാണ്. അങ്ങനെ നമ്മുടെ വഞ്ചിനാടിൻ്റെ end to end ജേർണി ഇവിടെ അവസാനിച്ചേക്കാണ്. അത്യാവശ്യം നല്ലൊരു ജേർണി ആയിരുന്നു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. ഇനി ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് ഉറക്കപ്രാന്തിയായി വരിക. കാരണം എനിക്ക് ഉറക്കം ശരിയാവാത്തത് കൊണ്ടാണ്. ട്രാവൽ ആയതുകൊണ്ടും പിന്നെ ഉറക്കം ശരിയാവാത്തത് കൊണ്ടൊക്കെയാണ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ എത്തിയേക്കാണ്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ, വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.